Hello guys, welcome to Prodigy Programmer. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ URL launcher എന്നുള്ള പാക്കേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ മൊബൈലിൽ അല്ലെങ്കിൽ ഫ്ലട്ടർ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്കൊരു മെസ്സേജ് അയക്ക് പാസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സിമ്പിൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റേറ്റസ് വിഡ്ജറ്റിനുള്ളിൽ സ്കാഫോൾഡ് ജസ്റ്റ് സെന്ററിലായിട്ട് ഒരു റേസർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് അതിന് ഫംഗ്ഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഓൺ പ്രസ്ഡ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് ചൈൽഡ് ഞാൻ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ഓപ്പൺ വാട്സപ്പ് ജസ്റ്റ് ഒരു സിമ്പിൾ ബട്ടൺ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ ഇതിലൂടെ ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്തേക്കും മെസ്സേജ് അയക്കാൻ നോക്കാം ഫ്ലട്ടർ ആപ്പിൽ കൂടെ. നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്ന പ്ലഗിന് URL ലോഞ്ചർ ആണ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, pub.devil URL ലോഞ്ചർ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലഗിൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻസ്റ്റാളിങ്ങിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളെ പ്രൊജക്റ്റിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക, നമ്മുടെ pubspec.yaml ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. pubspec.yaml ഓക്കെ, ജസ്റ്റ് കുപ്പട്ടീനോ ഐക്കൺസിന്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പേസ്റ്റ് ചെയ്യാം. പിന്നെ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് pub.get റണ്ണായി നമ്മുടെ ഇതിലോട്ട് ആഡ് ആവും. ഓക്കെ, അപ്പം അത് ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി മെയിൻ പാർട്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യുക, നമ്മുടെ URL ലോഞ്ചർ ആണ്. URL ലോഞ്ചർ ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ചെറിയ സിമ്പിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് അവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, void ലോഞ്ച് വാട്സപ്പ് നേരെ കൊടുക്കാം. വാട്സാപ്പ് നമ്മൾ അസിൻക്രണസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ രണ്ട് റിക്വയർഡ് പാരാമീറ്റേഴ്സ് കൊടുക്കാം. സോറി, ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്പറാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെസ്സേജ് ആണ്. മെസ്സേജ് ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ പ്രോഗ്രാം ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ അസിങ്ക് കൊടുക്കാൻ മറക്കരുത്, കാരണം അസിൻക്രണസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രിങ് URL നമുക്ക് ആഡ് ചെയ്യണം, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനുള്ള. ഇതിൻ്റെ URL ജസ്റ്റ് എന്താണ്, വാട്സാപ്പ് സോറി / ആണ്, സെൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മളവിടെ നമ്മുടെ നമ്പർ കൊടുക്കണം. സോറി, അത് ഫോൺ ഈക്വൽ നമ്മുടെ നമ്പർ, നമ്മൾ എന്താണോ പാസ് ചെയ്യണ നമ്പർ, ആ നമ്പർ. അതുപോലെ നമ്മുടെ മെസ്സേജ് ടെക്സ്റ്റ് ഈക്വൽ മെസ്സേജ്, സിമ്പിൾ, അത്രേ ഉള്ളൂ. നമ്മുടെ URL അത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മളെ മെയിൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് തന്നിട്ട് പാസ് ചെയ്യാനുള്ള പ്രോഗ്രാം ഏതാ, ക്യാൻ ലോഞ്ച് എന്നുള്ളത് നമ്മുടെ URL ലോഞ്ചറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ URL ആണ് വേണ്ടത്, ക്യാൻ ലോഞ്ച് URL. ക്യാൻ ലോഞ്ച് URL പ്രൂവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് URL എൽസ് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം നമുക്കൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യാം, കാണ്ട് ഓപ്പൺ വാട്സാപ്പ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ ഒരു ഇത് മാത്രം നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺ പ്രസിഡിൽ നമുക്കിത് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഓൺ പ്രസിൽ നമുക്ക് കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോഞ്ച് വാട്സപ്പ് കോൾ ചെയ്യാം. നമുക്ക് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോൾ അതുപോലെ ഫസ്റ്റ് നമ്മൾ കൺട്രി കോഡ് കൊടുത്തിട്ട് ഒരു സ്പേസ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, അല്ല സ്പേസ് ഇടണമെന്നില്ല, ജസ്റ്റ് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, 9356 ഓക്കെ. മെസ്സേജ് ഞാൻ കൊടുക്കാം, മെസ്സേജ് ജസ്റ്റ് ഒരു ഹലോ എന്ന് കൊടുക്കേണ്ട മെസ്സേജ്.
ഓക്കെ, അത്ര ഉള്ളൂ. ഇതാ അവിടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഹോട്ട് റീലോഡ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ് നമ്മളെ പ്രോഗ്രാം വർക്ക് ചെയ്യണില്ല, ആപ്പ് വർക്ക് ആവണില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. മിസ്സിംഗ് പ്ലഗിൻ എക്സെപ്ഷൻ. മിനിറ്റ്, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ടോട്ടലി ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആപ്പ് നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്ത് തൽക്കുന്ന റൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ വിത്ത് ഇന്ത്യയിൽ വാട്സപ്പ് ബിസിനസ്സും അതുപോലെ നോർമൽ വാട്സപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, കാണാൻ പറ്റുന്നതാ ആ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു നമ്പറിലോട്ടനെ ആ ഒരു മെസ്സേജ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്ത ഹലോ എന്നുള്ള മെസ്സേജ്, നമ്മൾ എന്ത് മെസ്സേജ് ആണ് അവിടെ പാസ് ചെയ്യുന്നത് അത് നമ്മുടെ വാട്സപ്പിൽ വരും. ജസ്റ്റ് എന്ത് ചെയ്യാം. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ വാട്സപ്പ് ഫ്ലട്ടർ വെച്ചിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യലും അതിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യലും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ ഗൈസ്, see you in the next video.